ഹലോ ഫ്രണ്ട്സ്, നാത്സ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ചാർജിങ്ങിനെ പറ്റിയിട്ട് പഠിക്കാം. ഡിസ്ചാർജിങ്ങിനെ പറ്റി പറയുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പ്ലീസ് ടു ചെക്ക്. ഇവിടെ നമുക്ക് ചാർജിങ്ങിനെ പറ്റിയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് എന്താണ് ചാർജിങ് എന്ന് നോക്കാം. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ പുറമേ നിന്ന് നമ്മളൊരു DC കറണ്ട് കൊടുക്കുമ്പോൾ അതിനുള്ളിലെ കെമിക്കൽ റിയാക്ഷൻസിനെ നേരെ ഓപ്പോസിറ്റ് ആക്കുന്ന പ്രോസസ്സാണ് ചാർജിങ് എന്ന് പറയുന്നത്. ഇത് ബാറ്ററിയെ ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇവിടെ ഓർക്കുക, ചാർജിങ്ങിൽ ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ചാർജ് തീർന്ന അവസ്ഥയിൽ നിന്നും ബാറ്ററീനെ വീണ്ടും ഫുള്ളി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചെത്തിക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് നമുക്കറിയാം, ഡിസ്ചാർജിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലും അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡിലും ലെഡ് സൾഫേറ്റ് ആയിരിക്കും ഫൈനലി ഉണ്ടാവുന്നത്. ഓക്കെ, ചിത്രത്തിൽ കാണുന്ന പോലെ ഡിസ്ചാർജ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലും നെഗറ്റീവ് ഇലക്ട്രോഡിലും ലെഡ് സൾഫേറ്റ് ആണ് ഉണ്ടാകുക. ഇനി ചാർജിങ്ങിൽ രണ്ട് ഇലക്ട്രോഡ്സിനെയും ബാറ്ററിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് DC സപ്ലൈ. അപ്പോൾ ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ഡിസ്ചാർജിങ്ങിൽ പഠിച്ചായിരുന്നു, രണ്ട് ഇലക്ട്രോഡ്സിനെയും നമ്മൾ ലോഡ് അല്ലെങ്കിൽ ഒരു ബൾബുമായിട്ടാണ് ഡിസ്ചാർജിങ്ങിൽ കണക്ട് ചെയ്തിരുന്നത്. അതേസമയം ചാർജിങ്ങിൽ വരുമ്പോൾ രണ്ട് ഇലക്ട്രോഡ്സിനെയും നമ്മൾ DC സപ്ലൈ ആയിട്ട്, അതായത് ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ചാർജിങ്ങിൽ ഈ പോസിറ്റീവ് ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ചാർജിങ്ങിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. നമുക്കറിയാം, ഇവിടെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ അയോണും സൾഫേറ്റ് അയോണുമായിട്ടാണ് മാറുന്നത്. ഓക്കെ, അതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് നമുക്കറിയാം രണ്ട് ഹൈഡ്രജൻ അയോണും ഒരു സൾഫേറ്റ് അയോണുമായിട്ടായിരിക്കും മാറുന്നത്. ഇങ്ങനെ ഈ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഹൈഡ്രജൻ അയോൺ നേരെ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് നീങ്ങുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ അയോൺ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് നീങ്ങുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, ഈ ഹൈഡ്രജൻ അയോണിന് പോസിറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള ചാർജർ ബാറ്ററിയുടെ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഒരുപാട് ഇലക്ട്രോൺസിനെ കടത്തിവിടും. ഇത് നമ്മുടെ ഈ നെഗറ്റീവ് പ്ലേറ്റിനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജുള്ള ഒരു പ്ലേറ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ, അതായത് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ അയോൺസ് എല്ലാം ഈ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ആവും. അതാണ് ഹൈഡ്രജൻ അയോൺസ് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് നീങ്ങുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് പ്ലേറ്റിലേക്ക്, നെഗറ്റീവ്ലി ചാർജുള്ള പ്ലേറ്റിലേക്ക് ഹൈഡ്രജൻ അയോൺസ് എല്ലാം നീങ്ങുന്നത് ചിത്രത്തിൽ കാണാം. ഓക്കെ, ഇനി നമുക്കറിയാം ഹൈഡ്രജൻ അയോൺ ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ടായിരിക്കും. ഈ കുറവുള്ള ഇലക്ട്രോണിനെ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഹൈഡ്രജൻ അയോൺ ഹൈഡ്രജൻ ആറ്റം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിസ്ചാർജിങ്ങിൽ ലെഡ് സൾഫേറ്റ് വന്നിട്ടുണ്ട്. ഡിസ്ചാർജിങ് വഴി നെഗറ്റീവ് ഇലക്ട്രോഡിൽ ലെഡ് സൾഫേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലെഡ് സൾഫേറ്റുമായിട്ട് ഹൈഡ്രജൻ അയോൺ റിയാക്ട് ചെയ്യും. രണ്ട് ഇലക്ട്രോൺ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ അയോൺ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് രണ്ട് ഇലക്ട്രോണിനെ ആയിരിക്കും. അതാണ് ഇവിടെ ഇക്വേഷനിൽ രണ്ട് ഇലക്ട്രോൺ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഹൈഡ്രജൻ ആറ്റവും ലെഡ് സൾഫേറ്റും പിന്നെ ഈ രണ്ട് ഇലക്ട്രോണും കൂടെ റിയാക്ട് ചെയ്തിട്ട് ലെഡും പിന്നെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് മാറും. ഈ ലെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോഞ്ചി ലെഡ്, അതായത് പ്യുവർ ഫോമിലുള്ള ലെഡാണ്. ഇത് ആണ് അപ്പം പഴയതുപോലെ കാഥോഡിൽ അതായത് നെഗറ്റീവ് ഇലക്ട്രോഡിൽ പ്യുവർ ലെഡ് അഥവാ സ്പോഞ്ചി ലെഡ് ഉണ്ടാവും. ഇതിന് ഗ്രേ കളറായിരിക്കും.
ഓക്കെ, ഇപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി. അതുപോലെ സൾഫേറ്റ് അയോണുകൾക്ക് 2 നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള ചാർജർ ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും ഇലക്ട്രോണുകളെ ശക്തമായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. അതുകൊണ്ട് പോസിറ്റീവ് പ്ലേറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. എഗെയിൻ ഈ ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജുള്ള സൾഫേറ്റ് അയോണുകൾ പോസിറ്റീവ് പ്ലേറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഈ സൾഫേറ്റ് അയോൺസ് പോസിറ്റീവ് പ്ലേറ്റിലോട്ട് നീങ്ങുന്നത്. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. സൾഫേറ്റ് അയോൺസ് അല്ല, SO4 2- അയോൺസ് എല്ലാം കൂടെ പോസിറ്റീവ് പ്ലേറ്റിലോട്ട് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആയിട്ട് പോകും. എന്നിട്ട് എന്ത് സംഭവിക്കുമെന്നാണ് ഇനി പറയുന്നത്. ഈ സൾഫേറ്റ് അയോണിന് എക്സ്ട്രാ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അത് വിട്ടുകൊടുത്തിട്ട് സൾഫേറ്റ് റാഡിക്കിളായിട്ട് മാറും. അതാണ് SO4 സൾഫേറ്റ് റാഡിക്കിൾ. നമുക്കറിയാം ഈ സൾഫേറ്റ് റാഡിക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. അപ്പം ഓൾസോ നമുക്ക് അറിയാം ഇലക്ട്രോലൈറ്റ്, ഈ ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതായത് ആ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്, വാട്ടർ കണ്ടന്റ് കൂടിയുണ്ട്. അപ്പോൾ ഈ സൾഫേറ്റ് റാഡിക്കിൾ ഇലക്ട്രോലൈറ്റിലുള്ള വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡും ഓക്സിജനും ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ ആക്റ്റീവ് ഓക്സിജൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് പ്ലേറ്റിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ലെഡ് സൾഫേറ്റുമായിട്ടും അതുപോലെ തന്നെ ഈ ഇലക്ട്രോലൈറ്റിൽ നിന്നുള്ള വാട്ടറുമായിട്ടും കൂടെ ചേർന്ന് റിയാക്ട് ചെയ്യും. അങ്ങനെ വീണ്ടും എന്തുണ്ടാവും, ലെഡ് പെറോക്സൈഡ് ഉണ്ടാവും. ഇതിന് ചോക്ലേറ്റ് ബ്രൗൺ കളറായിരിക്കും. കൂടാതെ സൾഫ്യൂരിക് ആസിഡും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഓവറോൾ ആയിട്ട് എന്താണ് സംഭവിക്കുന്നത്, PbSO4 പ്ലസ് വാട്ടർ ഗീവ്സ് PbO2, ദാറ്റ് ഈസ് lead peroxide plus H2SO4 plus 2H+. ഓക്കെ, അപ്പോൾ ആദ്യത്തേതുപോലെ തന്നെ ലെഡ് പെറോക്സൈഡ് പോസിറ്റീവ് ഇലക്ട്രോഡിൽ വരും. അങ്ങനെ ചാർജിങ്ങിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് സമ്മറൈസ് ചെയ്താണ് പറയുന്നത്. ആനോഡിൽ ചോക്ലേറ്റ് ബ്രൗൺ കളർ വരും. ലെഡ് പെറോക്സൈഡ് വന്നത് കാരണം ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ആനോഡിൻ ചോക്ലേറ്റ് ബ്രൗൺ കളർ, ലെഡ് പെറോക്സൈഡ് വന്നു, കണ്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാഥോഡിൽ ലെഡ് വന്നു, പ്യുവർ ലെഡ്, ദാറ്റ് ഈസ് സ്പോഞ്ചി ലെഡ്, ഗ്രേ കളറിലുള്ള സ്പോഞ്ചി ലെഡ് വന്നു. ഓക്കെ, പിന്നെ ഇവിടെ വാട്ടർ കൺസപ്ഷൻ ഉണ്ടായി അല്ലേ, വാട്ടർ യൂസ് ചെയ്തു, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിലുള്ള വാട്ടർ യൂസ് ചെയ്തു. അങ്ങനെ വാട്ടർ യൂസ് ആയതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. 1250 നിന്ന് 1280 വരെ ആയിട്ടാണ് കൂടുന്നത്. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1280 ആകുമ്പോഴത്തേക്ക് ദാറ്റ് മീൻസ് ഫുള്ളി ചാർജ് ആയി എന്നാണ് അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ അക്യുമുലേറ്ററിൻ്റെ വോൾട്ടേജും കൂടും. 1.8 വോൾട്ടിൽ നിന്ന് 2.1 വോൾട്ടിലേക്ക് മാറും. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ വേറൊരു പേരാണ്. ഓക്കെ, 2.1 വോൾട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആയി എന്നാണ് അതിന്ന് അർത്ഥമാക്കാൻ പറ്റുന്നത്. അതുപോലെ എനർജി, സെല്ലിലെ എനർജി ആഗിരണം ചെയ്യപ്പെടും, ഇങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടും. ഓക്കെ, ഇത്രയും ചേഞ്ചസ് ആണ് ലെഡ് ആസിഡ് ബാറ്ററി ചാർജിങ്ങിൽ സംഭവിക്കുന്നത്. ഇത്രയുമാണ് പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാസ് ഇലക്ട്രിക്കൽ അക്കാഡമി.